do one more problem for finding the area of the region bounded by closed and bounded curves, closed and bounded regions. We have to find the area enclosed by the region y equal to x square and y equal to x plus 2. Y equal to x square is a parabola. We can see it as x square equal to y. We have plotted it several times. Open upwards, vertex origin. Y equal to x plus 2. Y equal to x plus 2 is a straight line. To find 2 points, put x equal to 0, y equal to 2. X 0 amma y 2. Put y equal to 0, then x equal to minus 2. X plus 2 0, x equal to minus 2. Now 0 2 we could minus 2 0 equally minus 2 0 minus 1 minus 2. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ കിട്ടുക. ഇത് പരാബോള ഇങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരാബോളയും ഈ സ്ട്രെയിറ്റ് ലൈനും കൂടെ മീറ്റ് ചെയ്യും. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പരാബോള ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ, ഈ രണ്ട് പോയിന്റ്സ് ആണ് പരാബോളയുടെയും സ്ട്രെയിറ്റ് ലൈനിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ, റീജിയൻ ഇങ്ങനെ പല സ്ഥലത്തുണ്ട്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോള ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ. തന്നിരിക്കുന്ന പരാബോളയും സ്ട്രെയിറ്റ് ലൈനും മാത്രം ബൗണ്ടറി ആയിട്ട് വരുന്ന ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് ഫിഗറിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ദ റീജിയൻ, ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പരാബോള ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ. First we find the points of intersection. Y equal to x square, y equal to x square plus 2. X plus 2. X square equal to x plus 2. Then x square minus x minus 2 equal to 0. This is of the form x plus a into x plus b. ഇവിടെ x minus 2 into x minus 1 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. സം എടുക്കുമ്പോൾ x minus 2 into x plus 1. സം എടുക്കുമ്പോൾ മൈനസ് 1 ഇവിടെ ശരിയാണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് 2 ഇവിടെ ശരിയാണ്. അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷൻ. എക്സ് ഈക്വൽ ടു, ആ ഫാക്ടറൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു മൈനസ് 1 അറ്റ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. ഇതിൽ ഏതാണ് എക്സ് 2, ഏതാണ് എക്സ് മൈനസ് 1 എന്ന് നിങ്ങൾക്ക് അറിയാം. എക്സ് മൈനസ് 1 ഇവിടെ വരും. അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതിയ മൈനസ് 1, എക്സ് ഈക്വൽ ടു മൈനസ് 1, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതാണ് എളുപ്പം. വൈ ഈക്വൽ ടു മൈനസ് 1 സ്ക്വയർ 1. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലായിരിക്കും എക്സ് 2 ആവുക. പോസിറ്റീവാണ്, വലുതാണ്. എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ 4. എക്സ് വേണമെങ്കിലും വൈ വേണമെങ്കിലും രണ്ടും ആവശ്യം വരത്തില്ലായിരിക്കും. ഒരെണ്ണം കോൺസ്റ്റന്റ്, ഒരെണ്ണം വേരിയിങ് അല്ലേ വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആവശ്യം വരത്തുള്ളൂ. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് എക്സ് ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്സ് വരച്ചാണ്. എക്സ് ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചാണ്, വൈ ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചാണ്. നമുക്കൊന്ന് ആലോചിക്കാം. എക്സ് ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്സ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് പരാബോളയിലേക്ക് ഈ പോയിന്റ് തുടങ്ങിയ വ്യത്യാസം വരും. പരാബോളയിൽ നിന്ന് പരാബോളയിലേക്ക് അത് ചെയ്യാം. നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക വേണം. ഇവിടെ ഒരു നേച്ചറാണ്, ഇവിടെ ഒരു നേച്ചറാണ്. അതേസമയം നമ്മൾ വൈ ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്സ് വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പരാബോളയിൽ നിന്ന് എവിടെയാണെങ്കിലും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഒരേ പോയിന്റാണ്, പരാബോളയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ വൈ ആക്സസിന് പാരലായിട്ടുള്ള സ്ട്രിപ്സ് ആണ്. അല്ലെങ്കിൽ മറ്റേതായിരുന്നെങ്കിൽ ഞാൻ പച്ചമഷിക്ക് വരച്ച് കാണിക്കാം. ഇവിടം വരെ താഴെ ആലോചിക്കുന്നെങ്കിൽ പരാബോളയിൽ നിന്ന് പരാബോളയിലേക്ക്, അതിന് പൊക്കത്തിൽ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് പരാബോളയിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻ്റഗ്രൽസ് ആയിട്ടൊക്കെ ചെയ്യാം. അതിൽ എളുപ്പം ഇതായതുകൊണ്ട് നമ്മൾ റെഡ് ലൈനിൽ കാണുന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. വൈ ആക്സസിന് പാരലായിട്ട് സ്ട്രിപ്സ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ വൈ എന്നാന്ന് പറയണം. വൈ ഈക്വൽ ടു, താഴെ വൈ പരാബോളയിൽ നിന്നാണ്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. പൊക്കത്തിലെ വൈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നാണ്, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2. ദാറ്റ് ഈസ് വൈ വേരീസ് ഫ്രം x square to x plus 2, x square to x plus 2, and x varies from x. ഈ റീജിയനിൽ ഏറ്റവും ചെറുത് ഇവിടെയാണ്. കറസ്പോണ്ടിംഗ്ലി ഹിയർ x ഈക്വൽ ടു, ഇവിടുത്തെ x ഏതാ, ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് നമുക്ക് ആവശ്യം വരുന്നില്ല. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഈ ഇന്റഗ്രേഷനിൽ ആവശ്യം വരുന്നില്ല. റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലെ വൈ ആയിരിക്കും ആവശ്യം വരിക. ഇനി എക്സ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ എക്സ് ആവേണ്ട. എക്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെയാണ്. ആ എക്സ് കോർഡിനേറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇന്റഗ്രൽ -1 to 2 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് പ്ലസ് 2
ഏരിയ ഓഫ് ദ റീജിയൻ എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ, നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ആ റീജിയനിലെ മുഴുവൻ പോയിന്റ്സും കിട്ടാൻ ഇതേപോലെ നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് വരയ്ക്കാം. അത് ഇൻ്റഗ്രേഷനിൽ 2 ഇൻ്റഗ്രൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്സ് വരച്ച് എക്സ് ഈക്വൽ ടു -1 സ്ട്രിപ്സ് ഒന്നുമില്ല, ഒരു പോയിന്റേ ഉള്ളൂ. ദെൻ വി മൂവ് ഫ്രം ദ പരാബോള ടു ദ സ്ട്രെയിറ്റ് ലൈൻ. പരാബോളയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്ട്രിപ്സ് വരച്ച് നമ്മൾ മൂവ് ചെയ്തു. പരാബോളയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് എക്സ് -1 തുടങ്ങി പൊട്ട് കിടക്കുന്നു. പക്ഷെ ആ എക്സ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പരാബോളയിലെ പോയിന്റ്സിൽ താഴത്തെ പൊട്ടും സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സിൽ പൊക്കത്തിലെ പൊട്ടും. ആ റീജിയനിലെ പോയിന്റ്സ് മാത്രം നമുക്ക് മതി. അപ്പോൾ ഈ ലൈൻസിൻ്റെ ഒന്നും താഴെ ഭാഗം നമുക്ക് വേണ്ട. കുറച്ച് ലൈൻ്റെ ആണ് താഴെ, അത് പരാബോളയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്കല്ല. 2 ലിമിറ്റ് നോക്കി അങ്ങനെ കൃത്യമായിട്ട് എല്ലാം വേണം. അതിൽ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്ട്രിപ്പ് മാത്രം വരച്ച് അതിൻ്റെ എൻഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം മാത്രം മാർക്ക് ചെയ്താൽ മതി, ടിപ്പിക്കലായിട്ടുള്ള ഒരെണ്ണം. അപ്പോൾ integral is double integral over r dA is the equation. Double integral over r dA is the equation. And now here we have integral constant limit x varies from -1 to 2 and varying limit y varies from x square to x plus 2. y ആദ്യം ചെയ്യുന്നത്. അപ്പോൾ dy ആദ്യം, ഈ ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും, ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. This is equal to integral -1 to 2. ഇനി y ഇപ്പോൾ ചെയ്യാൻ പോവാം. y ഡിവൈഡ് ഇൻ്റഗ്രൽ y. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. എപ്പോഴും ഇവിടെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഇതുപോലെ വൈയോ എക്സോ അതാണ് വരിക. ലിമിറ്റ്സ് കൊടുക്കുക. ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ സിംഗിൾ ഇൻ്റഗ്രലിൽ ഉണ്ടാവും. എക്സ് സ്ക്വയർ ടു എക്സ് പ്ലസ് 2. ആ സിംഗിൾ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് സെയിം ആയിരിക്കും, നമുക്ക് സിമ്പിളും ആയിരിക്കും ചെയ്യും. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2. നമുക്ക് ലിമിറ്റ്സ് എഴുതി സിംപ്ലിഫൈ ചെയ്യാം. എക്സ് പ്ലസ് 2 അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് സ്ക്വയർ ലോവർ ലിമിറ്റ് കൊടുക്കാം ഇൻറ്റു ഡി എക്സ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2. അവിടെ അറേഞ്ച് ചെയ്യാനൊന്നുമില്ല. സോ ഐ ക്യാൻ ഇൻ്റഗ്രേറ്റ്. അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേഷൻ ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫസ്റ്റ് ടൈം. 2ൻ്റെ ഇൻ്റഗ്രൽ 2x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫ്രം -1 to 2. മുമ്പൊക്കെ 0 to ആയിരുന്നു. അപ്പോൾ താഴത്ത് കൊടുക്കുമ്പോൾ 0 ആയിരുന്നു. അങ്ങ് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. 1/2 കോൺസ്റ്റൻറ്റ്. എന്നിട്ട് ഞാൻ എക്സ് സ്ക്വയറിൽ ലിമിറ്റ് കൊടുക്കുക. എക്സ് സ്ക്വയറിൽ ലിമിറ്റ് കൊടുത്താൽ 2 സ്ക്വയർ 4 മൈനസ് ഓഫ് മൈനസ് ശ്രദ്ധിച്ച് ചെയ്യണം. -1 സ്ക്വയർ 1 പ്ലസ് 2 കോൺസ്റ്റൻറ്റ്. എക്സിൽ ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് 2, ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് ഓഫ് -1 അത് +1 എന്നാവും. മൈനസ് ഓഫ് -1 2 + 1 എന്ന് എഴുതാം. അടുത്തത് -1/3 ഇൻറ്റു -1/3 കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ക്യൂബിൽ 2 ക്യൂബ് 8 മൈനസ് ഓഫ് -1 ക്യൂബ്. അങ്ങനെ തന്നെ എഴുതണമെങ്കിൽ എഴുതാം. -1 ക്യൂബ് ആകുമ്പോൾ -1 ആണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഓൾറെഡി ഉണ്ട്. 8 + 1 എന്നാവും. 4 - 1 3/2 ആദ്യത്തേത്. പിന്നത് 2 + 1 3 × 2 6 മൈനസ് 8 + 1 9/3. ഇത് ക്യാൻസൽ ചെയ്തിട്ട് എഴുതാം. 9/3 3 ആണ്. 9/3 = 3. 6 - 3 this is 3. This is equal to 3/2 + 3. Then common denominator 2. 2 × 3 6 + 3 9 divided by 2 and answer simplify. Now we can do a problem finding average value of a function. Okay, we have to find the average value of f of xy equal to x into cos xy, x into cos xy over the region are defined by the limits 0 less than or equal to x less than or equal to pi, 0 less than or equal to y less than or equal to 1. Region നമ്മൾ പ്ലോട്ട് ചെയ്യാറുണ്ട്. ഈ റീജിയൻ പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്. x varies from 0 to pi. 0 pi 3.14 divided by pi 3.14. അപ്പോൾ പൈ എന്നുള്ളൂ, pi/2 അല്ലേ. അപ്പോൾ 1 2 3 3.14 0 to pi. x varies from y varies from 0 to 1. 0 to ഇത് 1 എന്ന് വെച്ചാൽ y equal to 0 to 1. then this rectangular region, ഈ റീജിയൻ വേരിയിങ് ഇല്ല. അപ്പോൾ മുഴുവനും ഇതിൻ്റെ എല്ലാ സ്ഥലവും കവർ ചെയ്യും. എക്സ് 0 to pi വേരി ചെയ്യുമ്പം y equal to 0 എടുക്കുക, എക്സ് 0 to pi വേരി ചെയ്യുക. ഈ ലൈനാണ്. y അടുത്ത പോയിന്റ് എടുക്കുക, എക്സ് 0 to pi വേരി ചെയ്യുക. അങ്ങനെ
y0 ഇറങ്ങി 1 വരെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. അല്ലെങ്കിൽ എല്ലാം കോൺസ്റ്റന്റ് ആകുമ്പോൾ റെക്ടാങ്കുലർ റീജിയൻ ആണ് എന്ന് നമുക്കറിയാം. ഇതാണ് നമ്മളുടെ റീജിയൻ. എന്താ ആവറേജ് വാല്യൂ? AVF ഈക്വൽ ടു 2 ഡയമെൻഷനിൽ ഡിഫൈൻ ചെയ്യുന്ന ഡബിൾ ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് R ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R f of xy dA. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏരിയ ഓഫ് R അതിന് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കണമെന്നില്ല. ഡബിൾ ഇൻ്റഗ്രൽ dA ആണ്, അങ്ങനെ കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് പൈ ലെന്തും ഇത് ലെന്ത് പൈ ആണ്. 1 വിഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 1 ഈക്വൽ ടു പൈ. അത് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് നമ്മളത് വേറെ ചെയ്യുന്നില്ല. ദെൻ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദിസ് റീജിയൻ f of xy dA ഈക്വൽ ടു ഈ റീജിയനിൽ ഇൻ്റഗ്രൽ x varies from 0 to pi and integral y varies from 0 to 1. f of xy is x into cos xy. y ആയിരുന്നെങ്കിൽ dy എന്ന് എഴുതുക. ലിമിറ്റ് y 0 to 1 ആണ്. dy then dx. Then we can integrate with respect to y. യ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ x varies from 0 to pi പുറത്തുണ്ട്. നമ്മൾ yക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. യ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റൻറ്റ്. cos xyയുടെ ഇൻ്റഗ്രൽ sin xy. ഇനി ഇവിടെ yക്കാണ് ഇൻ്റഗ്രേഷൻ, y ആണ് വേരിയബിൾ, x കോൺസ്റ്റൻറ്റ്. അപ്പോൾ sin 2y ആണ് വേരിയബിൾ. sin 2y എന്ന് എഴുതുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ നമുക്കടിയിൽ x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഗീവ് ദ ലിമിറ്റ്സ് ടു y only. y വേരിയസ് ഫ്രം 0 to 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മൊത്തത്തിലൊക്കെ കൂട്ടാം, yക്ക് മാത്രമേ ലിമിറ്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇൻറ്റു dx എന്ന് എഴുതുക. ഇപ്പോൾ yക്ക് കൊടുക്കുമ്പോൾ ഇതിൽ x ആയി പൊക്കോളും. ഇൻ്റഗ്രൽ 0 to pi ഈ x ക്യാൻസൽ ചെയ്യുമെന്നൊരു ലാഭം നമുക്കുണ്ട്. sin xyയിൽ yക്ക് 0 to 1 വേരിയേഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം sin xyയിൽ yക്ക് 1, sin x മൈനസ് yക്ക് 0 കൊടുത്താൽ sin 0 എന്നായി ഇൻറ്റു dx. sin 0 is 0. ദിസ് ഇസ് ഇൻ്റഗ്രൽ, ഇത് 0 ആണ്. ഇൻ്റഗ്രൽ 0 to pi sin x എന്നാവും. sin xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos x ആണ് എന്ന് നമുക്കറിയാം. മൈനസ് cos x, അതായത് ഇൻ്റഗ്രൽ 0 to pi സിമ്പിളായിട്ട് അങ്ങനെ എഴുതിക്കാം. ഇൻ്റഗ്രൽ 0 to pi sin x dx എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 to pi sin x dx മൈനസ് cos x ഫ്രം 0 to pi. മൈനസ് സൈൻ മാറ്റി നിർത്തിയിട്ട് അങ്ങ് കൊടുക്കുക, അതാണ് നല്ലത്. മൈനസ് സൈൻ മാറ്റി നിർത്തി cos xൽ പൈ കൊടുക്കുമ്പം cos pi, 0 കൊടുക്കുമ്പോൾ cos 0. ആൻഡ് cos pi മൈനസ് 1, cos 0 1, മൈനസ് 1 അതിൻ്റെ നെഗറ്റീവ് മൈനസ് ഓഫ് -2 എന്നാണ്. ദ വാല്യൂ ഈക്വൽ ടു 2. ഈ വാല്യൂ 2 ആണ്. ഇത് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. മറ്റേത് ഏരിയ ഓഫ് ദ റീജിയൻ. അത് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഡബിൾ ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to 1 f ഇല്ലാതെ dA 0 to 1 ആകുമ്പോൾ dy dx, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to pi dx dy വരെ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ പൈ ആയിരിക്കും. ഇത് ചെയ്യേണ്ട കാര്യമില്ല. വേരിയും ലിമിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് നമുക്ക് ഇത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് എന്നറിയാം. ഏരിയ ഓഫ് ദ റീജിയൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ പൈ എന്ന് പെട്ടെന്ന് പറയാം. വാട്ട് ഈസ് ആവറേജ് വാല്യൂ? AVF ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ആർ. ഇക്വേഷൻ അതാണ്. ഇക്വേഷൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ fxy dA. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട് 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2. ഹെൻസ് the value is 2 by pi. Average value of the function over this region. Region മാറിയാൽ വാല്യൂ മാറും എന്നുള്ളത് ഓർക്കുക. ഇനി ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ 2-3 പ്രോബ്ലംസും കൂടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക. ഇത് ഡബിൾ ഇൻ്റഗ്രൽസുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഡബിൾ ഇൻ്റഗ്രൽസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു പ്രോബ്ലം തനിയെ ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡബിൾ ഇൻ്റഗ്രലിൽ 2 സബ് ഡിവിഷനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ആദ്യത്തേത് ചെയ്തത് നോട്ടിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. fxy ഈക്വൽ ടു sin x പ്ലസ് വൈ, സൈൻ ഓഫ് x പ്ലസ് വൈ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. അത് 2 റീജിയൻസിലായിട്ടാണ്. 0 to pi റീജിയനുള്ള സബ് ഡിവിഷൻ എ ഉണ്ട്. അത് ചെയ്ത ആൻസർ
ബുക്കിലുണ്ട്.